അല്ലാഹു പടച്ചവൻ നമ്മുടെ പൊന്നുമക്കൾക്ക് ദീർഘായുസ്സു നൽകട്ടെ, സാലിഹീങ്ങളാക്കട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ കള്ളുകുടിയന്മാരാക്കാതിരിക്കട്ടെ, കഞ്ചാവിന് അടിമകളാക്കാതിരിക്കട്ടെ. നമ്മുടെ പൊന്നുമക്കളെ ബ്ലൂ ഫിലിം കാണുന്ന, രാത്രി സമയത്ത് വാതിലടച്ചിട്ടിരുന്ന് ഫേസ്ബുക്കിലും ഇന്റർനെറ്റിലും കയറി 3-4 മണി വരെ അശ്ലീല ചിത്രങ്ങൾ കാണുന്ന മക്കളാവാതെ നേരത്തെ കിടന്നുറങ്ങി സുബഹിക്ക് പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിക്കുന്ന, അത് കഴിഞ്ഞ് മദ്രസയിലെയും കോളേജിലെയും സിലബസുകൾ പഠിച്ച് നല്ല ജോബിലെത്താൻ, നല്ല ലക്ഷ്യത്തിലെത്തുന്ന ഉപ്പാനെയും ഉമ്മാനെയും അന്വേഷിക്കുന്ന മക്കളായി അല്ലാഹു കബൂലാക്കട്ടെ. കുട്ടികളുടെ സാംസ്കാരിക വളർച്ചയിൽ ഉമ്മാക്കും ഉപ്പാക്കും പങ്കുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. ഉമ്മയ്ക്ക് വലിയ പങ്കുണ്ട്. الأم مدرسة إذا أعددتها أعددت قوما طيب الأعراق. ഉമ്മ നീയാണ് കുട്ടികളുടെ ആദ്യത്തെ നഴ്സറി സ്കൂള്, ആദ്യത്തെ കലാലയം, അംഗൻവാടി. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ. ആ ഉമ്മ നന്നായി കുട്ടികളെ സംസ്കരിച്ച് വളർത്തിയാൽ അഅദത്ത ഖൗമൻ തയ്യിബൽ അഅറാഖി, നല്ല ധാർമ്മിക ചുറ്റുപാടുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ പറ്റും. സാംസ്കാരിക ബോധമുള്ള, ധാർമ്മികതയുള്ള നല്ലൊരു സമുദായത്തെ വളർത്തിയെടുക്കാൻ തള്ളക്ക് സാധിക്കും. അതുകൊണ്ട് തള്ള എന്ത് ചെയ്യണം, ഉമ്മ എന്ത് ചെയ്യണം? മക്കളെ സ്നേഹിക്കണം, മക്കളെ ശപിക്കരുത്, മക്കളെ ശപിക്കരുത്. ഇപ്പൊ രാവിലെ പോയി വൈകിട്ട് വരും, കുട്ടികൾ കിടന്നുറങ്ങിയിരിക്കും. ഉമ്മയുടെ കയ്യിലാണ് മക്കൾ. ഉമ്മയാണ് ആദ്യത്തെ മദ്രസ, ഉമ്മയാണ് അംഗൻവാടി, നഴ്സറി സ്കൂള്. ഈ ഉമ്മയാണ് നൊന്തുപെറ്റത്, ഉമ്മയാണ് മുലപ്പാല് കൊടുത്തത്, ഉമ്മയാണ് 2 കൊല്ലം തന്റെ മടിത്തട്ട് നോക്കൂ ആ കുഞ്ഞിന് വേണ്ടി മെത്തയാക്കിയത്. ആ കുഞ്ഞ് മൂത്രം ഒഴിച്ചതും വിസർജിച്ചതും ഒക്കെ തള്ളയുടെ മടിയില. ഇനി ആ കുഞ്ഞു പറക്കമുറ്റുന്നത് വരെ ഈ തള്ളയാണ് സംരക്ഷിക്കേണ്ടത്. ഈ തള്ളയുടെ ചലനങ്ങൾ കുട്ടി ഫോളോ ചെയ്യും. തള്ള ഇങ്ങനെ മുക്കിന് നിന്റെ ഒടുക്കത്താ നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ് എന്തായി വരും? ചില തള്ളമാര് എരുമേ, പോത്തെ എന്തൊക്കെ വിളിക്കും. അപ്പൊ കുട്ടികൾ എന്താവും? എരുമയാവും, പോത്തുവാവും. അല്ലേ? അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെയും വിളിക്കരുത്. ആ ഡയലോഗൊന്നും പാടില്ല. അങ്ങനെ തള്ളമാരെ ഇതൊക്കെ നിങ്ങൾ തിരുത്തിയേ പറ്റൂ. അതിനാണ് ഞാൻ ഈ സബ്ജക്ട് എടുത്തത്. മാതാപിതാക്കളോട് മാത്രമല്ല, മക്കളോടും കടമയുണ്ട്. മക്കളോടുള്ള കടമയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മുറു ഔലാദക്കും ബിസ്സലാ, നിങ്ങളുടെ മക്കളോട് നമസ്കരിക്കാൻ പറയണം. വഹും അബ്നാഉ 7 സിനീൻ, 7 വയസ്സാകുമ്പോൾ വദരിബൂഹും അലൈഹാ, ആ നമസ്കാര വിഷയത്തിൽ അവരെ നിങ്ങൾ അടിക്കണം, പൊട്ടാത്ത ചെറിയ രൂപത്തിലുള്ള ശിക്ഷണം കൊടുക്കണം. വഹും അബ്നാഉ 10 വയസ്സാകുമ്പോൾ വഫർരിഖൂഹും ബൈനൽ മളാജി, 10 വയസ്സ് കഴിഞ്ഞാൽ ഒന്നിച്ചൊരു ശയ്യയിൽ കിടക്കരുത്. നമ്മുടെ കുട്ടികളെ മാറ്റി കിടത്തണം. ഖാല റസൂലുള്ളാഹി, ഇതിന്റെ പേരാണ് കൾച്ചർ, ഇതിന്റെ പേരാണ് അദബ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മാനഹലൽ വാലിദു വലദഹു, ഒരു പിതാവും ഒരു മാതാവും മക്കൾക്ക് സംസ്കാരം കൊടുത്തിട്ടില്ല. ഏറ്റവും വലിയ ദാനം അഫ്ളല മിൻ അദബിൻ ഹസൻ, നല്ല കൾച്ചർ പഠിപ്പിക്കലാണ് ഏറ്റവും വലിയ ദാനം. നമ്മുടെ കുഞ്ഞുങ്ങളെ നന്നായി വളർത്തിയെടുക്കലാണ് ഏറ്റവും വലിയ ദാനം. മക്കളോട് പറയണം, പൊന്നുമക്കളെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ സലാം പറയണം, വന്നു കയറുമ്പോൾ സലാം പറയണം, മദ്രസയിലെത്തുമ്പോൾ സലാം പറയണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം. നല്ല നല്ല മര്യാദ കുട്ടികൾക്ക് മാതാപിതാക്കൾ പറഞ്ഞും പഠിപ്പിച്ചും കൊടുക്കണം. അല്ലേ? അപ്പൊ ഈ കുട്ടികൾ ആരാകും? നോക്കൂ, നമ്മൾ ഉലമാക്കൾക്ക് ബഹുമാനവും നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റിന് ഭക്ഷണവും ആ ഗസ്റ്റിനെ ആദരിക്കുന്നതൊക്കെ ആര് കാണുന്നു? നമ്മുടെ മക്കൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഈ മക്കൾ വളർന്നു വലുതാവുമ്പോ ഉലമാക്കളെയും സാദാത്തുക്കളെയും സമുദായത്തിന്റെ നേതാക്കളെയും ഒക്കെ ബഹുമാനിക്കും. എന്റെ ഉപ്പ ഭക്ഷണം കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനും കൊടുക്കുകയാ. കണ്ടു പഠിക്കുകയല്ലേ? നോക്കൂ, ഈയിടെ ഒരു നിക്കാഹിന് ഞാൻ പങ്കെടുത്തു. 1.5 ലക്ഷം രൂപയാണ് വീഡിയോഗ്രാഫർക്ക് ചെലവ്. ഒരു പ്രത്യേക വാഹനത്തിലാ അവര് വന്നത്. ഇതുപോലെ ഒരു ലൈറ്റും ഇതുപോലെ വീഡിയോഗ്രാഫറും ഒക്കെ ഉണ്ട്. 1.5 ലക്ഷം രൂപയാണ് പൊന്നുമോളുടെ നിക്കാഹിന് ധൂർത്തടിച്ചത് ഈ മുതലാളി.
നിക്കാഹിന് ഖുതുബ നടത്തി, നിക്കാഹ് നടത്തി കൊടുത്ത ഖാലിയാർക്ക് ഇയാള് കുറെ നേരം ചർച്ച ചെയ്തു. മൗലിയാർക്ക് എന്ത് കൊടുക്കണം, മൗലിയാർക്ക് എന്ത് കൊടുക്കണം. അവസാനം കൊടുത്തത് 200 രൂപ. 200. തിരുവനന്തപുരത്ത് ഞങ്ങളുടെ കോട്ടയത്തൊക്കെ 500 പോയി, ഇപ്പൊ 1000, 2000 ഒക്കെ. ബദിരയിൽ എത്രയാന്ന് എനിക്കറിയില്ല. എങ്ങനെയുണ്ട് സാറേ ബദിരയില്? അല്ലാഹു പടച്ചതു. പണ്ട് ഗൾഫുകാരൊക്കെ വരുമ്പോ ഉസ്താക്കന്മാർക്ക് സ്പ്രേ, സിസ്കോട്ടൻ തുണി ഒക്കെ തരുമായിരുന്നു. ഇപ്പൊ അല്ല, ഒരു കോടാലി തൈലം പോലും ആരും തരുന്നില്ല. അല്ല, എന്ത് പറ്റിപ്പോയി? ഈ സ്നേഹവും ഈ കരുണയൊക്കെ എവിടെ പോയി? ഞാൻ 90 കാലഘട്ടത്തിലാ കണ്ണൂർ ജോലി ചെയ്തത്. കണ്ണൂർ കാമ്പസാർ പള്ളിയിലും പുതിയങ്ങാടി കണ്ണാടി പള്ളിയിലും ഒക്കെ പെരുന്നാള് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ നമ്മുടെ പൊണ്ടാട്ടിക്ക് വലിയ സന്തോഷമാണ്. എന്താ പുതിയങ്ങാടി പഴയങ്ങാടി മൊത്തം ഗൾഫല്ലേ. മൊലിയാർക്ക് ഭാര്യ കൊടുത്തേക്കും സോപ്പ്. പിന്നെന്താ പെണ്ണുങ്ങൾക്കുള്ള ഒക്കെ പെണ്ണുങ്ങളുടെ ഗിഫ്റ്റ്. ഇന്നിപ്പം മനസ്സില്ലാഞ്ഞിട്ടല്ല, ഞാൻ അറിഞ്ഞിടത്തോളം ഇപ്പൊ ഗൾഫുകാരൊന്നും കൊണ്ടുവരുന്നില്ല. കൊണ്ടുവന്നിട്ട് വേണ്ടേ ഹദിയ കൊടുക്കാൻ, അല്ലേ? നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്ക്, നിങ്ങൾ ഹദിയ കൊടുക്ക്, നിങ്ങൾ അതിനെ കൈമടക്കെന്ന് പറയരുത്. നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്ക്. അത് ഹൃദയത്തെ യോജിപ്പിക്കും. മുഹമ്മദ് മുസ്തഫ ഒരു 2 രൂപയുടെ പേനയാണ് നിങ്ങൾ എനിക്ക് തന്നെങ്കിൽ എനിക്കൊരു സ്നേഹം ഉണ്ടാവില്ലേ? സുഹൃത്തുക്കളെ, ഗിഫ്റ്റ് കൊടുക്കുക. അല്ലാഹുവിന്റെ റസൂല് പെർഫ്യൂം സ്വീകരിച്ചിരുന്നു. ലാ യറുദ്ദു തീബ. അല്ലാഹുവിന്റെ റസൂല് അത്തറും ഊദും മിസ്കുമൊന്നും തട്ടിയിരുന്നില്ല. ആരെങ്കിലും കൊടുത്താൽ വാങ്ങുമായിരുന്നു. അവിടുന്ന് തലയണ സ്വീകരിച്ചിരുന്നു. അവിടുന്ന് പാലും വെണ്ണയും സ്വീകരിച്ചിരുന്നു. അല്ലാഹുവിന്റെ റസൂല് ഗിഫ്റ്റ് സന്തോഷത്തിൽ സ്വീകരിക്കുമായിരുന്നു. സക്കാത്ത് അവിടുന്ന് സ്വീകരിച്ചില്ല, സക്കാത്ത് ഭക്ഷിച്ചിട്ടില്ല. ഗിഫ്റ്റ് സ്വീകരിക്കുക. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ, നിങ്ങൾ അത് കൈമടക്കാക്കി കളഞ്ഞ, കൈയൊന്നും മടക്കണ്ട. നിക്കാഹ് ചെയ്ത പൊന്നുമോളുടെ നിക്കാഹ്, പൊന്നുമോന്റെ നിക്കാഹ് നടത്തി കൊടുത്ത ഖാലിയാർക്ക്, ഖത്തീബ് ഉസ്താദിന് ഒരു റാഹത്തായ ഒരു ഗിഫ്റ്റ് കൊടുത്തുകൂടെ സുഹൃത്തുക്കളെ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആളുകൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും, ഈ സാധനത്തെ ഇന്ന് കൊണ്ടുവന്നത് വല്ലാത്തൊരു ഉപദ്രവമായി. ഈ 200, 300 ഒക്കെ മാറ്റേണ്ടി വരും. ചുരുങ്ങിയത് 500 കൊടുക്കണ്ടേ, അല്ലേ? അതൊക്കെ പോട്ടെ. നമ്മുടെ മക്കളെ നമ്മൾ എങ്ങനെ വളർത്തണം? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മക്കൾ ഹൃദയത്തിന്റെ പഴമാണ്. നിങ്ങൾ മക്കളെ സ്നേഹിക്കണം. അഹിബ്ബുസ്സിബിയാന വർഹമുഹും. മക്കളെ സ്നേഹിച്ചോ, അവരോട് കരുണ കാണിച്ചോ. വൈദാ വഅതുമുഹും. അവരോട് പ്രോമിസ് ചെയ്താൽ ഫഫൂലഹും. മക്കളോട് എന്തെങ്കിലും വാഗ്ദത്തം ചെയ്താൽ പൂർത്തീകരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. മോനെ, 10ാം ക്ലാസ്സിൽ നീ നല്ല മാർക്ക് നേടിയാൽ നിനക്ക് ഞാൻ നീ പറയുന്നത് വാങ്ങിച്ചു തരും. എന്താ? നല്ലൊരു പൾസർ ബൈക്ക്. നീ +2 നല്ല മാർക്കോടെ പാസ്സായാൽ നിനക്ക് ഞാൻ നല്ല കമ്പ്യൂട്ടർ വാങ്ങിച്ചു തരും. ഓഫർ ചെയ്താൽ പൂർത്തീകരിക്കണമെന്നാ. ഡിഗ്രി പാസ്സായാൽ മോനിക്കൊരാഗ്രഹം FC. ഇപ്പൊ FC എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, പിള്ളേരൊക്കെ ചീറിപ്പായുന്നതാണ് FC. പിന്നെ ബുള്ളറ്റോ എന്തൊക്കെയുണ്ട്. ഇപ്പൊ എന്നോട് ഷമ്മാസ് പറഞ്ഞിരിക്കുക, മോൻ പറഞ്ഞിരിക്കുക, വാപ്പച്ചി ഞാൻ ഡിഗ്രി തീരുമ്പോ എനിക്കൊരു ബുള്ളറ്റ് വാങ്ങിച്ചു കൊടുക്കണം. ബുള്ളറ്റ് ആവുമ്പോൾ സമാധാനത്തിൽ ഓടിച്ചോളും. വലിയ സ്കൂളിലൊന്നും പോകാൻ പറ്റൂല. ബുള്ളറ്റ് അല്ലേ, ആളിച്ചിരി തടിയനാ, അല്ലേ? ബുള്ളറ്റിലൊക്കെ എന്നെ പോലുള്ള ആൾക്കാർ കയറിയിരുന്ന വല്ലതും അല്ലേ? അല്ലാഹു നമ്മുടെ പൊന്നുമക്കളെ സ്നേഹിക്കാനും ആ മക്കളെ സദാ നിരീക്ഷിക്കാനും പഠിച്ചോണ്ട് തൗഫീഖ് നൽകട്ടെ. അവിടെന്ന് പറഞ്ഞു, അൽസിമു ഔലാദക്കും. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം, സദാ നിരീക്ഷിക്കണം. വഅഹ്സിനു അദബഹും. അവർക്ക് നല്ല കൾച്ചർ പഠിപ്പിച്ചു കൊടുക്കണം, നല്ല മര്യാദ. ആരാണ് മാതാപിതാക്കൾ, ഉസ്താദ്, സമൂഹം, സീനിയർ സിറ്റിസൺ? എങ്ങനെയാണ് കാർന്നോമാരെ ബഹുമാനിക്കുക, ഗസ്റ്റിനോട് എങ്ങനെ പെരുമാറണം, പണ്ഡിതനാരാണ്, എല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ സംസ്കരിക്കാൻ പാരന്റ്സിന്, രക്ഷിതാക്കൾക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ മക്കളെ വളർത്തി വലുതാക്കി എടുക്കുമ്പോ മരണശേഷം നമ്മുടെ കബറുങ്കൽ വന്ന് നമുക്ക് ഉപകരിക്കുന്ന 3 കാര്യം അല്ലെങ്കിൽ 7 കാര്യത്തിൽ ഒന്ന് ഈ മോനായിരിക്കും. കണ്ടോ, നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ.
3 കാര്യത്തിന്റെ പ്രതിഫലം ഖബറിലേക്ക് കിട്ടും. യത്ബഉൽ മയ്യിത ഇദാ മാത ഇൻസാനു ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ് സദഖത്തിൻ ജാരിയ, നമ്മൾ ചെയ്ത ദാനധർമ്മം, വഇൽമിൻ യുൻതഫഉ ബി, നാഫിആയ അറിവ്, പ്രയോജനം ചെയ്യുന്ന ഇൽമ് ഖബറിൽ ഉപകരിക്കും. വവലദിൻ സ്വാലിഹിൻ യദ്ഉല, നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ വൃത്തികേടാക്കരുത്, ചീത്തയാക്കരുത്. നമ്മുടെ മക്കളെ നമ്മൾ ആത്മാർത്ഥമായി സംസ്കരിച്ച് നന്നാക്കിയെടുക്കണം. ഒരു സംഭവം പറയട്ടെ. നുസ്ഹത്തുൻ നാദിരീൻ എന്ന കിതാബിൽ പറഞ്ഞ സംഭവമാണ്. ഖലീഫ ഉമർ ബിൻ ഖത്താബിന്റെ കാലത്ത് നടന്ന സംഭവമാണ്. ഒരു പിതാവ് ഒരു ഉപ്പ പൊന്നുമോന്റെ കൈയും പിടിച്ച് ഇലാ ഹളറത്തി അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബിന്റെ സദസ്സിലേക്ക് വരുന്നു. എന്നിട്ട് പറഞ്ഞു, ആ ഉപ്പ അമീറുൽ മുഅ്മിനീനോട് പറയുകയാണ്, ഇന്ന ബിനി ഹാദാ യഅകുനി, എന്റെ പൊന്നുമോൻ എന്നെ ഉപദ്രവിക്കുന്നു, അവിടുന്ന് ഉപദേശിക്കണം, എന്റെ മകനെ പറഞ്ഞ് ബോധവൽക്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മകന്റെ കൈയും പിടിച്ചുകൊണ്ട് ഈ ഉപ്പ അമീറുൽ മുഅ്മിനീന്റെ സദസ്സിലേക്ക് വന്നു. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ബുനയ്യ അമാ തഖാഫുല്ലാഹ്, പൊന്നുമോനെ നീ അല്ലാഹനെ ഭയപ്പെടണം, നിന്റെ മാതാപിതാക്കളുടെ സ്ഥാനം നിനക്കറിയില്ലേ? മാതാപിതാക്കളോടുള്ള ബഹുമാനമൊക്കെ സൂചിപ്പിച്ചു പറഞ്ഞപ്പോൾ ആ കുട്ടി അമീറുൽ മുഅ്മിനീനോട് പറയുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, അമാലിൽ ഇബ്നി അലൽ വാലിദി ഹഖ്ഖുൻ, ആ മക്കളോട് മാതാപിതാക്കൾക്ക് കടമയില്ലേ? മാതാപിതാക്കൾക്ക് മക്കളോട് കടമയില്ലേ? അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, കടമയുണ്ട്. പ്രധാനപ്പെട്ട കടമ 3 ഒന്ന് അയ്യുഹ്സിന ഇസ്മഹു വയുഅല്ലിമഹുൽ കിതാബ് വയന്തഹിബ ഉമ്മഹു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, 3 കടമ മക്കളോടുണ്ട്. 1 ഉമ്മയെ സംസ്കരിക്കണം പിതാവ്. 2 മക്കളുണ്ടാകുമ്പോൾ നല്ല പേര് വിളിക്കണം. ആ കുട്ടികൾ വളർന്ന് വലുതാകുമ്പോൾ അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. ഇത് 3 പ്രധാനപ്പെട്ട കടമയാണെന്ന് അമീറുൽ മുഅ്മിനീൻ ആ കുഞ്ഞിനോട് പറയുക. അപ്പൊ ആ കുട്ടി പറഞ്ഞ എന്താണെന്നറിയുമോ? വല്ലാഹി മൻ ദഹബ ഉമ്മീ, എന്റെ ഉമ്മാക്ക് സംസ്കാരം കിട്ടിയിട്ടില്ല. എന്റെ ഉമ്മയെ തെരഞ്ഞെടുത്തതല്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയ വിവാഹമാണ്. എന്റെ ഉമ്മ നല്ല സംസ്കാരമുള്ള കുടുംബത്തിൽ നിന്ന് വന്നവളല്ല. മാഹിയ ഇല്ല സിദ്ദിയ ഇഷ്തറാഹ ബി400 ദിർഹം. എന്റെ ഉമ്മ ഒരു അടിമപ്പെണ്ണായിരുന്നു. പെട്ടെന്ന് മാർക്കറ്റിൽ നിന്ന് 400 വെള്ളിക്കാശ് കൊടുത്ത് വാങ്ങിച്ചെടുത്ത ഉമ്മയാണിത്. എന്റെ ഉമ്മാനെ സുഹൃത്തുക്കളെ, പെട്ടെന്ന് വിവാഹത്തിലേക്ക് ചാടല്. ആലോചിച്ച് കുടുംബം നോക്കി, ധാർമ്മികത നോക്കി. ഇന്ന് ചില ആൾക്കാർ പെണ്ണിന്റെ മൊഞ്ച് മാത്രം നോക്കി കെട്ടും. വിവാഹം കഴിക്കാൻ പോകുമ്പോ ചില യുവാക്കൾ പറയും ABCD അറിയണം. എന്താ ഡിമാൻഡ്? സ്വിഫ്റ്റ് വേണം, മണിയറക്കകത്ത് AC വേണം. ഇവിടെ പിന്നെ മണിയറയൊന്നുമില്ലല്ലോ അല്ലെ. ഇവിടെ മോളെ കെട്ടിച്ചു വിടുകയാണ്. അങ്ങോട്ടൊക്കെ ചെന്ന മണിയറയുണ്ട്. കൊയിലാണ്ടി കണ്ണൂർ ഭാഗത്ത്. ഞാനും കണ്ണൂർ ജില്ലയിലെ പുതിയാപ്പിളയാ. മണിയറ വാങ്ങിച്ചില്ല. ഞാനും കണ്ണൂർ ജില്ലയിലെ പുതിയാപ്പിളയാ. സുഹൃത്തുക്കളെ, പെട്ടെന്ന് എടുത്തു ചാടല് കുടുംബജീവിതത്തിലേക്ക് ആലോചിക്കണം, അന്വേഷിക്കണം. അതാ പെണ്ണിന്റെ സംസ്കാരം, മര്യാദ, ധാർമ്മികത, ഇതൊക്കെ അന്വേഷിക്കണം. ആ കുട്ടി പറയുകയാണ്, എന്റെ ഉമ്മ പെട്ടെന്ന് ഉപ്പയുടെ ജീവിതത്തിലേക്ക് വന്ന ലൈഫ് പാർട്ട്ണറാണ്, അടിമപ്പെണ്ണാണ്. എന്റെ ഉപ്പ 400 വെള്ളിക്കാശ് കൊടുത്തു വാങ്ങിച്ച വെറും അടിമപ്പെണ്ണാണിത്. അവിടെ പൊട്ടി. രണ്ടാമത്തത് വലാ അല്ലമനി ശൈഅൻ മിൻ കിതാബില്ലാഹ്, എന്റെ ഉപ്പ എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടില്ല, ഒരായത്ത് പോലും പഠിപ്പിച്ചു തന്നിട്ടില്ല. മൂന്നാമത്തത് വലാ അഹ്സന ഇസ്മി, എനിക്കൊരു നല്ല പേര് പോലും വിളിച്ചിട്ടില്ല. സമ്മാനി ജുഅല, എന്റെ ഉപ്പ എന്നെ വിളിച്ചത് ജുഅല എന്നാണ്. ജുഅൽ എന്ന് പറഞ്ഞാൽ എടാ കരിവണ്ടേ, എടാ കരിവണ്ടേ എന്നാ വിളിക്കുക ഉപ്പ. ഇത് പറഞ്ഞപ്പോ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യം വന്നു. എണ്ണിക്ക് തടി സലാമത്താക്ക്, പോ.
ആഹാ, മോന്റെ കൈയും പിടിച്ച് ഇവിടെ വന്നിട്ട് പറഞ്ഞു, മോൻ അനുസരിക്കുന്നില്ല, മോൻ കുരുത്തം കെട്ടവനാണ് അല്ലേ? നീ പറഞ്ഞത് അതല്ലേ? നീയാണ് മകനെ നശിപ്പിച്ചത്, മകനെ നീയാണ് ഉപദ്രവിച്ചത്. പറഞ്ഞു, പോ എന്റെ മുന്നിൽ നിന്ന്. മക്കളെ നശിപ്പിച്ചത് ഈ പിതാവാണെന്ന് പടച്ചോൻ കാത്തിരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ മക്കളെ നശിപ്പിക്കരുത്. നോക്കൂ, അതിന് എവിടെ മുതൽ തുടങ്ങണം? ധാർമ്മിക ബോധമുള്ള നല്ല സാലിഹത്തായ പെണ്ണിനെ സെലക്ട് ചെയ്യണം. അല്ലാഹു പടച്ചവൻ മക്കളെ വളർത്തേണ്ട രൂപത്തിൽ ധാർമ്മികതയും വിദ്യാഭ്യാസവും ഖുർആനും ഒക്കെ കൊടുത്ത് നല്ല പേരിട്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ കുട്ടികളെ വളർത്താൻ പടച്ചവൻ തൗഫീഖ് നൽകട്ടെ. മാതാപിതാക്കളോട് കടമയുള്ളതുപോലെ മക്കളോട് നമുക്ക് കടമയുണ്ട്. സുഹൃത്തുക്കളെ, ഇനി കടമകളും കടപ്പാടുകളും പറയുമ്പോ ഇനി ആരോടാണ് കടമ? അല്ലാഹു പറഞ്ഞു, വബിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ വബിദിൽ ഖുർബാ. അടുത്ത ബന്ധുക്കളോട് കടമയുണ്ട്. ആരാണ് അടുത്ത ബന്ധുക്കൾ? ഉപ്പയുടെ സഹോദരങ്ങൾ, ഉപ്പയുടെ സഹോദരിമാർ, ഉമ്മയുടെ സഹോദരങ്ങളും സഹോദരിമാരും അവരുടെ മക്കളുമൊക്കെ അടുത്ത ബന്ധുക്കളാണ്. അവരെ നാം സന്ദർശിക്കണം, കുടുംബ ബന്ധം ചേർക്കണം. ഒരു ഹദീസിലുണ്ട്, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖി വയുനസ്സ ലഹു ഫീ അസരി. ആരെങ്കിലും ഭക്ഷണത്തിൽ ബർക്കത്ത് ആഗ്രഹിക്കുന്നെങ്കിൽ, ആയുസ്സ് നീളാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഫൽയസിൽ റഹിമ, അവൻ കുടുംബ ബന്ധം ചേർക്കട്ടെ. കുടുംബ ബന്ധം ചേർത്താൽ അല്ലാഹു എന്തിലും ഫുഡിൽ ബർക്കത്ത്, ഭക്ഷണം അല്ലാഹു സമ്പത്ത് തരും, ആയുസ്സ് നീട്ടിത്തരും. അച്ചട്ടാണ് ചെയ്തോ. ഒന്നരാടം വിസിറ്റ് ചെയ്തോ ബന്ധുക്കളെ, അല്ലാഹു അതാ മഹബത്ത് വർദ്ധിപ്പിക്കും. എളാപ്പാനെ കാണും, മൂത്താപ്പാനെ വിസിറ്റ് ചെയ്യും, മൂത്തുമ്മാനെയും കൊച്ചുമ്മാനെയും ഒക്കെ ഒന്ന് സന്ദർശിക്കും. ഒരിക്കലൊരു സഹാബി പുണ്യ റസൂലിന്റെ സദസ്സിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നി അദ്നബതു ദംബൻ അദീമാ, ഞാൻ വലിയ തെറ്റ് ചെയ്തു പോയി, എനിക്ക് തൗബയുണ്ടോ? പുണ്യ റസൂൽ ചോദിച്ചോ, നീ നിനക്ക് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി. ഉടനെ പ്രവാചകൻ ചോദിച്ചത്, ഫഹല്ലക മിൻ ഖാലാ, മാതൃ സഹോദരി ഉണ്ടോ? ഉമ്മയുടെ ജ്യേഷ്ഠത്തി ഉണ്ടോ? സഹോദരി ഉണ്ടോ? ആ സഹാബി പറഞ്ഞു, ഉണ്ട്. ഉണ്ടല്ലേ? എന്നാൽ ഫബിർറഹാ, നീ അവൾക്ക് പുണ്യം ചെയ്തോ, നിന്റെ ദോഷം അല്ലാഹു പുറത്തു തരുമെന്ന് മുഹമ്മദ് മുസ്തഫ. മൂത്തമായി കൊച്ചുമായി ഉണ്ടോ? വല്ലപ്പോഴും പോണം, ചെറിയൊരു ഗിഫ്റ്റ് കൈമടക്കം കൊടുക്കണം. അവർ ധരിക്കുന്ന എന്താ, നൈറ്റിയോ എന്താ ഉള്ളത് കൊടുക്കണം. ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോഴേ ഒന്ന് മൂത്തുമാനെയും ഒന്ന് കൊച്ചാപ്പാടെയൊക്കെ വീട്ടിൽ പോകണം, ഒരു സിസ്കോട്ടൻ ഷർട്ടും ഒക്കെ കൊടുക്കണം. കൊടുക്കൂലേ? ഓ, ഇപ്പോഴത്തെ മനുഷ്യന് സെൽഫിഷാ. ഞാനും എന്റെ ഓളും എന്റെ കുട്ടിയോടും എന്ന് പറഞ്ഞ് വലിയൊരു കൊട്ടാരവും പണിത് മതിലും കെട്ടി ഗേറ്റും വെച്ച് പിന്നെ ആരെയും കേട്ടില്ല, എങ്ങും പോവില്ല. പറ്റിയ സാധനമല്ലേ വീട്ടിൽ ഇരിക്കുന്നത്, പറ്റിയ സാധനമല്ലേ കിളി. അവള് പറഞ്ഞു കൊടുക്കും, നിങ്ങൾക്ക് ഇച്ചിരി പോക്ക് കൂടുതലാ, നിങ്ങൾ വരുമ്പോ കെട്ടിക്കൊണ്ട് പോവല്ലോ ഉമ്മാരുടെ അടുത്തും ബന്ധുക്കളുടെ അടുത്തും. ചുമ്മാ ഇരിക്കും മനുഷ്യാന്ന് പറയും. ആര് പറയും? പെണ്ണുങ്ങൾ പറയും. പടച്ചോൻ കാത്തിരക്ഷിക്കട്ടെ. എന്റെ പൊന്നു പെണ്ണുങ്ങളെ, പിശുക്കികളാവല്ലേ. ചില സ്ഥലത്ത് പെണ്ണുങ്ങളുണ്ട്, ആഹാരം കൊടുക്കും, മൂല്യാരോട് സ്നേഹം, അമ്മോ വലിയ പാത്രത്തിൽ ആഹാരം കൊടുക്കും. എല്ലാ നാട്ടിലും അങ്ങനെയുള്ള കുറെ പെണ്ണുങ്ങൾ. ഭക്ഷണം കൊടുക്കാനും, അതിഥികളെ സ്നേഹിക്കാനും, രോഗികളെ നോക്കാനും, സ്വതസ ചെയ്യാനും എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇവിടെയും ഉണ്ടാവും, എതിരേലുണ്ടാവില്ല സ്ഥലം. ഉസ്താദിന്റെ ടിഫിൻ ബോക്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല, എത്ര തട്ടുണ്ടെന്ന് എനിക്കറിയാൻ പറ്റില്ല. എന്തായാലും നല്ല ഭക്ഷണം കൊടുക്കണം. അല്ലാഹു പടച്ചവൻ തൗഫീഖ് നൽകട്ടെ. അത്ഇമുൽ ജായിഅ, നിങ്ങൾ വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കണം. ഉദുൽ മർലാ, രോഗികളെ വിസിറ്റ് ചെയ്യണം. വഫുൽ ആനി, തടവറയിൽ കിടക്കുന്ന നിരപരാധികളെ തുറന്നു വിടണം. ഖാല റസൂലുള്ളാഹി. ഇതൊക്കെ ആ കടമയും കടപ്പാടും. മനസ്സിലായോ? അല്ലാഹു പടച്ചവൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നോക്കൂ, കുടുംബ ബന്ധം ചേർക്കണം. കുടുംബ ബന്ധം
കുടുംബബന്ധം ചേർത്താൽ അല്ലാഹു തആല ആയുസ്സ് നീട്ടിത്തരും. നോക്കൂ, ഇമാം നവവി പറഞ്ഞു ഇതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ആയുസ്സ് നീളും. രണ്ട്, നിനക്ക് അല്ലാഹു തആല ഒരുപാട് പുണ്യം ചെയ്യാനുള്ള ബർക്കത്ത് തരും ഈ ദുനിയാവിൽ. കണ്ടോ? അതായത് നിന്റെ സമയമൊക്കെ അല്ലാഹു തആല ഉപയോഗപ്പെടുത്താനുള്ള തൗഫീക്ക് നൽകും. രണ്ട് വ്യാഖ്യാനമുണ്ട്. നോക്കൂ, ആദ്യത്തെ വ്യാഖ്യാന പ്രകാരം ബൈഹഖി ഉദ്ധരിച്ച ഒരു സംഭവമുണ്ട്. ബഹുമാനപ്പെട്ട ഈസാ നബിയും 12 ശിഷ്യന്മാരും അപ്പോസ്തലർ ഹവാരിയുകളും കൂടി നടന്നു പോകുമ്പോൾ, ഒരു സമുദ്രത്തിന്റെ തീരത്ത് കൂടി നടന്നു പോകുമ്പോൾ എതിരെ ഒരു അലക്കുകാരൻ നടന്നു വരുന്നു. അവന്റെ തുണിക്കെട്ട് അതാ തലയിൽ വെച്ചിട്ടുണ്ട്. ഈസാ നബി ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ അലക്കുകാരൻ ഉച്ചയ്ക്ക് മരണപ്പെടും, ഇയാൾ ഉച്ചയ്ക്ക് മരിക്കും എന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, ഉച്ചയായിട്ട് ഇയാൾ മരിച്ചില്ല. വൈകുന്നേരം ഈസാ നബി ശിഷ്യന്മാര് തിരിച്ചു വരുമ്പോ ഇയാൾ തുണിയൊക്കെ അലക്കി കെട്ടി ഉണക്കി ഇയാൾ തിരിച്ചു പോകുന്നു. ശിഷ്യന്മാര് ചോദിച്ചു, ഈസാ നബിയോട് ചോദിച്ചു, മഹാനവറുകളെ എന്തു സംഭവിച്ചോ? മരിച്ചിട്ടില്ലല്ലോ. ഈസാ നബി ദുആ ചെയ്തു. അതാ ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, ആ മനുഷ്യൻ ഇന്നുച്ചയ്ക്ക് മരിക്കേണ്ടതായിരുന്നു. പക്ഷേ അതാ അല്ലാഹുവിന്റെ ഖദർ 2 രൂപത്തിലുണ്ട്. ഖദർ മുബറമ, ഖദർ മുഅല്ലഖ. അല്ലാഹു തആല തീരുമാനിച്ച ഒരു ഖദറുണ്ട്. അതുപോലെ അല്ലാഹു ഒരു പുണ്യവുമായി ബന്ധപ്പെടുത്തിയും തീരുമാനിച്ചിട്ടുണ്ട്. ഈ അലക്കുകാരൻ തുണി അലക്കാൻ വരുമ്പോൾ വഴിക്കൊരു സ്ഥലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി വിശ്രമിച്ചു. നാശ്ത കഴിക്കാൻ, രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ പാവപ്പെട്ട ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, വിശക്കുന്നു. 5 ഗോതമ്പിന്റെ പത്തിരി ഉണ്ടായിരുന്നു. 2 എണ്ണം ആ പാവത്തിന് ഷെയർ ചെയ്ത് അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് ഒന്നിച്ച് കഴിച്ചു. അറബികൾക്കൊരു ഗുണമുണ്ട്, ഒറ്റക്ക് ഭക്ഷണം കഴിക്കില്ല. ആരെല്ലാം വന്നാലും ഇരിക്കാൻ പറയും. നോക്കി നിന്ന് അവർക്ക് വെറുപ്പാ. മുഷാറക്കത്താക്കും, ഇരിക്കും, കഴിക്കുന്നു. ആ ഒരു ഗുണം നമുക്കും ഇൻഷാ അല്ലാഹ് കാസർഗോഡുകാർക്കും ഉണ്ടെങ്കിൽ എത്ര നല്ലതാണ് അല്ലേ? എന്താ ഉസ്താദ് അങ്ങനെ പറഞ്ഞു? ഞങ്ങൾക്ക് ആ ഗുണം ഇല്ലേ? നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടാ പറഞ്ഞത്. നിങ്ങളെപ്പോലെ അതിഥികളെ വേറെ ആരാ ഉള്ളത്? അല്ലേ? നോക്കൂ, ആ പാവത്തിന് 2 പത്തിരി കൊടുത്തത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടു. നോക്കൂ, ആ തുണിക്കെട്ടിനകത്തൊരു പാമ്പുണ്ടായിരുന്നു. ആ സർപ്പത്തോട് അല്ലാഹു പറഞ്ഞു, നീ ഇയാളെ ഉപദ്രവിക്കരുത്. കണ്ടോ? പാമ്പിന്റെ കടിയേറ്റ് മരിക്കണമെന്നായിരുന്നു വിധി. പക്ഷെ അല്ലാഹു തആല എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന്റെ ഈ അമല്, ഏത് ഖദർ മുഅല്ലഖുണ്ട്, യതീമിന് ആഹാരം കൊടുത്താൽ, പാവത്തെ സഹായിച്ചാൽ, രോഗിയെ വിസിറ്റ് ചെയ്താൽ നിനക്ക് ഞാൻ ആയുസ് നീട്ടിത്തരും. അപ്പൊ അല്ലാഹു തആല ഈ ആക്സിഡന്റ്, ഈ അപകടം, ഈ പാമ്പ് കടിക്കുന്ന അല്ലാഹു മാറ്റിവിടും. അല്ലാഹുവിന്റെ തീരുമാനം അല്ലാഹു മാറ്റുകയില്ല. അടിമ അല്ലാഹുവിനോട് ദുആ ചെയ്താലല്ലാതെ വലാ യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർറു, നിനക്ക് ആയുസ് നീട്ടി തരികയില്ല ബിർറു കൊണ്ടല്ലാതെ, പുണ്യം കൊണ്ടല്ലാതെ. 2 കാര്യം കൊണ്ട് അല്ലാഹു ഖദർ മാറ്റുമെന്നാണ്. ഒന്ന്, ദുആ ചെയ്തോ, ഇൻഫിറാദിയും ഇജ്തിമായി. ഇമാമിന്റെ കൂട്ടത്തിൽ ആദ്യത്തെ ദുആയിൽ പങ്കെടുത്തോ. അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് മലയാളത്തിൽ നിനക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിച്ചോ. ഇപ്പൊ ചില ആൾക്കാരുണ്ട്, സലാം വീട്ടി കഴിയുമ്പോ ഇമാമ് ദുആ ചെയ്യുമ്പോ ഇയാൾ ഇങ്ങനെ അഹങ്കാരത്തിൽ കൈ ഇങ്ങനെ മടിയിൽ ഇട്ടോണ്ടിരിക്കും. ഞാൻ ചോദിച്ചു, എന്താ? ഒരാളോട് ചോദിച്ചു, വേറെ ഏതോ സംഘടനയിൽപ്പെട്ട ആളാ. എല്ലാം ഈ ഗൾഫിൽ പോയിട്ട് വരുമ്പോഴായി സംഘടന മാറുന്നതും ഒക്കെ. കാരണം അവിടെ ആവശ്യത്തിനൊക്കെ കൊടുക്കുന്നുണ്ട്, ഗൾഫ് CD-യും അതും ഇതും ഒക്കെ അല്ലേ? എന്താ പറയാ? ഒന്ന് വന്ന് നോക്കി, നമ്മുടെ ക്ലാസ്സിൽ ഒന്ന് വന്ന് നോക്കി എന്ന് പറയാം. ആദ്യം ഒന്ന് വരീന്നേ പറയും. ആദ്യത്തെ പോക്കോടെ അല്ല പിന്നെ സുന്നത്തെ ഭാഗത്തൊക്കെ വിടും. അപ്പൊ അയാൾ പറയാ, നിങ്ങൾ എന്തായി ഇമാമിന് കൊടുത്ത ദുആ ചെയ്യൂടെ മനുഷ്യ? അപ്പൊ ഇയാള് പറയാ, ഇമാമിന് ആവശ്യമുള്ള ഇമാമിന്, എനിക്ക് ആവശ്യമുള്ള ഞാൻ ചോദിക്കുന്നു. ഇയാൾക്ക് എന്താ ആവശ്യമല്ലേ? അല്ലാഹു തആല ഒന്നിച്ചും കൂട്ടായിട്ടും ഒക്കെ ദുആ ചെയ്യാൻ പഠിച്ച തൗഫീക്ക് നൽകട്ടെ. നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ പൊടിയും തട്ടി എഴുന്നേറ്റ് പോവാതെ. ചില എളുപ്പങ്ങളുണ്ട്, അതുകൊണ്ടാ ചിലരൊക്കെ മാറുന്നത്. എന്തെളുപ്പം? അല്ലാഹുവിനോട് ചോദിച്ച് മേടിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നോക്കൂ, ഈസാ നബി ശിഷ്യന്മാരോട് പറഞ്ഞു, ഇവിടെ നടന്നതെന്താ? ചെറിയ സ്വതക്ക ചെയ്തോ, വിശക്കുന്നവന് ഫുഡ് കൊടുത്തപ്പോൾ പാമ്പ് ഇയാളെ കടിച്ചില്ല. ഖുർആനിലെ ആയത്തുണ്ട്,
കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മാ മിൻ ദാബത്തിൻ ഇല്ലാ അലല്ലാഹി മാ മിൻ ദാബത്തിൻ ഫിൽ അർളി അനല്ല വമാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹാ. കണ്ടോ? ഈ ഭൂമിയിലൂടെ ചരിക്കുന്ന പഴുതാരയും പാമ്പുകളും ഒക്കെ അല്ലാഹുവിന്റെ ഖലാ മശീയത്തിന് വിധേയമാണ്. പടച്ചവന്റെ അനുമതിയില്ലാതെ പാമ്പ് കടിക്കുകയില്ല, പഴുതാര കൊത്തുകയില്ല, തേള് കൊത്തുകയില്ല. അല്ലാഹുവിന്റെ ഖലാ ഖദറുണ്ടെങ്കിൽ ഇതൊക്കെ ഉപദ്രവിക്കും. ഉപദ്രവിക്കാതിരിക്കണമെങ്കിൽ രാവിലെ ഒരു ദുആ, വൈകിട്ട് ഒരു ദുആ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം. അത് രണ്ടും ഹജ്ജാത്ത് റാത്തീബിലുണ്ട്. ആരെങ്കിലും ഒരു സ്ഥലത്ത് ഇറങ്ങിയാൽ അവൻ പറയട്ടെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഈ ദുആ അവൻ പറയട്ടെ. ഒരു ലോഡ്ജിലോ ഒരു യാത്രയിലോ എവിടെയെങ്കിലും ഇറങ്ങിയാൽ, ഒരു നാട്ടിൽ ഇറങ്ങിയാൽ, അപരിചിതമായ ഒരു സ്ഥലത്ത് ഇറങ്ങിയാൽ ഈ ദുആ പറഞ്ഞോളണം. ആരും ഒരു ഉപദ്രവം ഉണ്ടാവില്ല. ഒരു സ്വഹാബി ഇലാ ഹളറത്തി റസൂലില്ലാഹ് മുത്തുനബിയുടെ സദസ്സിൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ ഒരു തേള് കൊത്തി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ മാലകീതു മിൻ അക്റബിൻ, ഒരു തേള് കൊത്തി നബിയേ. എന്തൊരു വേദനയാണ്, കടുകടുപ്പമാണ്. അല്ലാഹുവിന്റെ പുണ്യ റസൂൽ പറഞ്ഞു, അമാ ഖുൽത ഹീന അംസൈത, നേരം സന്ധ്യയായപ്പോൾ നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം. ലം യദുറുക ശൈഉൻ. നീ ദുആ പറഞ്ഞെങ്കിൽ നിന്നെ ഒരു വസ്തു ഉപദ്രവിക്കില്ല. ഇൻഷാ അല്ലാഹ് ഇത് പറയോ? അറിയാവുന്ന കൈവക്കെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി കുല്ലിഹാ മിൻ ശർരി മാ ഖലഖ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഇത് പഠിക്കുക. ഇല്ലെങ്കിൽ ഹജ്ജാത്ത് റാത്തി ഓതുമ്പോൾ അതിനകത്ത് നോക്കി പഠിക്കുക. രാവിലെ വൈകിട്ട് ഒരു 3 എണ്ണം വെച്ചങ്ങ് വിട്ടേരെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു പ്രൊട്ടക്ഷൻ തരും. നിനക്ക് പ്രൊട്ടക്ഷൻ തരും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് കുടുംബ ബന്ധം ചേർത്തോ, അല്ലാഹു ആയുസ് തരും. കുടുംബക്കാര് നിന്നെ സ്നേഹിക്കും. നിന്റെ മയ്യത്ത് നിസ്കാരത്തിന് ആളുകൂടും. ചില ആളുകൾ മരിച്ച എന്ത് ജനങ്ങളായി എവിടെന്നാ ഇത് ഓടി വരുന്നത്? സുബ്ഹാനല്ലാഹ്. എന്താ? ഒന്നും കൂടുതൽ ചെയ്തിട്ടല്ല, 10 ജനങ്ങളോട് സലാം പറഞ്ഞു, 10 ജനങ്ങളോട് പുഞ്ചിരിച്ച മനുഷ്യനാ. അപ്പൊ ആളുകളൊക്കെ മരിച്ചെന്നറിയുമ്പോ ഓടി വരും. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹ്മഹു. ഒരാളുടെ ദുആ കിട്ടിയാൽ രക്ഷപ്പെട്ടില്ലേ? ഇന്നിപ്പോ ചില ആൾക്കാരുണ്ട് അല്ലാഹ് കൂട്ടിയിടിച്ചാലും ചിരിക്കുകയല്ല, പീശിക്കാൻ ചിരിക്കുകയില്ല. ഗൗരവം, ഭയങ്കര ഈഗോയാ, ഞാനെന്നുള്ള ഒരു ഭാവം അല്ലേ? പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. വലാ തംശി ഫിൽ അർളി മറഹാ. നീ ഈ ഭൂമിയിലൂടെ വിരിച്ച് നടക്കുവൊന്നും വേണ്ട. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു അല്ലേ? മുഅ്മിനീങ്ങളെ സ്നേഹിക്കണം, മുഅ്മിനീങ്ങളോട് കരുണ കാണിക്കണം. എന്നാൽ ഒരു ദിവസം മരിച്ചു കിടക്കുമ്പോൾ ഈ മുഅ്മിനീങ്ങൾ നമുക്ക് വേണ്ടി നമസ്കരിക്കും ആളുകൾ കൂടും. അല്ലാഹു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒരു ഹദീസിലുണ്ട്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലാഹു ഏറ്റവും സ്നേഹിക്കുന്നത് ആരാണോ തന്റെ സൃഷ്ടികൾക്ക് ഗുണം ചെയ്യുന്നത്, പുണ്യം ചെയ്യുന്നത്, അവരെ അല്ലാഹു സ്നേഹിക്കുന്നു. മുഹമ്മദ് മുസ്തഫ ഇർഹമു മൻ ഫിൽ അർള് ഇർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം. ഇർഹമുകും മൻ ഫിസ് സമാ. ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അനാഥകളെയും അഗതികളെയും കരുണ കാണിക്കണം. വിധവകളെ സ്നേഹിക്കണം, സംരക്ഷിക്കണം. ഇതെല്ലാം കടമകളുടെ കൂട്ടത്തിൽ വരുന്നുണ്ട്. അല്ലാഹു പറഞ്ഞു, വബിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ. അനാഥകളോടും കടമയുണ്ട്, മിസ്കീൻ അഗതികളോടും കടമയുണ്ട്. യതീം മിസ്കീൻ, യതീം മിസ്കീൻ സംരക്ഷിക്കപ്പെടേണ്ട 2 പേരാ. കടമകളും കടപ്പാടുകളും പറയുമ്പോൾ ഈ 2 വിഭാഗത്തെ അല്ലാഹു ഉൾപ്പെടുത്തി സൂറത്തുൽ നിസായിൽ. നോക്കൂ, സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു എന്തു പറഞ്ഞു? നിനക്ക് അല്ലാഹു ധനം തന്നിട്ടുണ്ടെങ്കിൽ നീ കൊടുക്കവർക്ക്. നീ അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കണം. വൽ മിസ്കീൻ, പാവങ്ങൾക്കും കൊടുക്കണം. വലാ തുബദ്ദിർ തബ്ദീറാ, നീ പണം ദൂർത്തടിക്ക
ദൂർത്തടിക്കരുത്. ഇന്നൽ മുബദ്ദിരീൻ പണം ദൂർത്തടിക്കുന്നവർക്കാനോ ഇഖ്വാനശ്ശയാത്തീൻ അവര് പിശാചിന്റെ സുഹൃത്തുക്കളാണ്. പണം ദൂർത്തടിക്കാതെ നീ കൊടുക്ക്. കുടുംബത്തിലെ പാവങ്ങൾക്ക് കൊല്ലം ഉംറയ്ക്ക് പോകുന്നുണ്ടല്ലോ. എന്തിനാ? അല്ലാഹുവിന്റെ പൊരുത്തം നേടാൻ. കൊല്ലം റമദാനിൽ പോയി അവിടെ എത്തിക്കാതിരിക്കും. ഇവിടെയോ സ്വന്തം സഹോദരന്റെ മോള് പോര നിറഞ്ഞു നിൽക്കുക, പെങ്ങടെ മോള് പോര നിറഞ്ഞു നിൽക്കുക, പെങ്ങടെ മക്കൾക്ക് ആൺപിള്ളേർ പോര നിറഞ്ഞു നിൽക്കുക, ഒരു ജോലിയുമില്ല. ചില ആൾക്കാർ ഇങ്ങനെ കൊല്ലം ഉംറയ്ക്ക് പോകും. പാവം സ്വന്തം വീട്ടിൽ സ്വന്തം കുടുംബത്തിലെ പാവങ്ങളെ തിരിഞ്ഞു നോക്കൂല. നന്ദികേടാണ് സുഹൃത്തുക്കളെ. അല്ലേ? നിങ്ങൾ എന്തിനാ ഉംറയ്ക്ക് പോകുന്നത്? ഹജ്ജിന് ഉംറയ്ക്കൊക്കെ പോകുന്നത് എന്തിനാ? ഒരു ഹജ്ജ് പറഞ്ഞ് സുഹൃത്തുക്കളെ എന്തിനാ കൊല്ലം ഹജ്ജിന് പോകുന്നത്? അല്ലാഹ് അവിടെ ഉള്ളതല്ലേ സുഹൃത്തുക്കളെ? അല്ലാഹ് എവിടെയാ ഉള്ളത്? തന്നാൽ കരേറ്റേണ്ടവരത്ര പേരോ താഴത്ത് പാഴ്ചേറ്റിലമർന്നിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിരിക്കുന്നൊരു ചാരിതാർത്ഥ്യം. കവി പാടി, ഞാനും നിങ്ങളും കൈപിടിച്ചു പൊക്കേണ്ട ഒരുപാട് പാപങ്ങൾ അതാ ചേരിയിൽ ജീവിക്കുന്നു. നല്ല വീടില്ല, നല്ല ബാത്റൂമില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, മഴ പെയ്താൽ ചോർന്നൊലിക്കുന്നു. പക്ഷേ നാം അവരെ തിരിച്ചറിയുന്നില്ല, ആഹാരം കൊടുക്കുന്നില്ല, വസ്ത്രം കൊടുക്കുന്നില്ല. നമ്മളെപ്പോഴും പള്ളിക്കകത്തിരുന്ന് തസ്ബീഹ് അല്ലേ? എന്തിനാ? ഞാൻ അല്ലാഹുവിലേക്ക് അടുത്തു. സുഹൃത്തുക്കളെ, അല്ലാഹുവിലേക്ക് അടുക്കണമെങ്കിൽ ഈ പാവങ്ങളെ സഹായിച്ചാൽ മതി. വെള്ളം ചോദിച്ചു വരുന്നവന് വെള്ളം കൊടുക്കണം, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം, രോഗിയെ സന്ദർശിക്കണമെന്ന് അല്ലാഹു പറയും. ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എത്ര പേര് രോഗികളെ കാണുന്നുണ്ട്? എന്താ രോഗിയെ കണ്ടാൽ അവിടെ അല്ലാഹു ഉണ്ട്. രോഗിയെ കാണാൻ പോകുമ്പോ അവിടെ അല്ലാഹു ഉണ്ട്. അല്ലാഹുവിന് ഇഷ്ടമാണ് രോഗിയെ കാണുന്നത്. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നിശയുടെ നിശബ്ദതയിൽ രാത്രി ഇറങ്ങി നടക്കും, വേഷം മാറി. എന്തിനാ? എന്നിട്ട് പോകും പാവപ്പെട്ട രോഗികളെ പരിചരിക്കാൻ. ഒരു ദിവസം ഒരു വീട്ടിൽ പോയി കയറുന്നത് ആര് കണ്ടു? ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു കണ്ടു. ത്വൽഹത്ത് വിചാരിച്ച് രാത്രി സമയത്ത് എന്തിനാ ഖലീഫ ഇങ്ങനെ വീട്ടിൽ പോയി കയറുന്നത്? നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത ദിവസം പ്രഭാതത്തിൽ സലാം ചൊല്ലി ആ കുടിലിൽ ചെന്ന് കയറിയപ്പോ കണ്ട കാഴ്ച, ഒരു ഉമ്മാമ ചുരുണ്ട് കിടക്കുന്നു. ഒരു വൃദ്ധയെ പരിചരിക്കാനാണ് അമീറുൽ മുഅ്മിനീൻ പോയത്. പനനാര് കൊണ്ട് വരിഞ്ഞു കോർത്തൊരു കട്ടിലിൽ പഴമുണ്ട് മൂടിയ കിഴവി രോഗമിലുണ്ടതിൽ. നിങ്ങൾക്കു സേവനം ചെയ്യുവാനാരുണ്ട്, അതിനുത്തരം എനിക്കെന്റെ സൃഷ്ടാവുണ്ട്. ത്വൽഹത്ത് സലാം ചൊല്ലി വീട്ടിലേക്ക് കയറുമ്പോൾ പനനാര് കൊണ്ട് കോർത്ത കട്ടിലിൽ ഒരു ഉമ്മാമക്ക് ചുരുണ്ട് കിടക്കുന്നു. ഒരു വൃദ്ധയായ മാതാവ് ചുരുണ്ട് കിടക്കുന്നു. ആരാണ് നിങ്ങളെ നോക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവാണെന്ന് മറുപടി പറഞ്ഞു. എന്നിട്ട് ആ ഉമ്മ പറയുകയാണ്, രോഗത്തിലായി കിടപ്പായ നാൾ മുതലിൽ നിന്നും വരും രാത്രിയിൽ ആരോ ഒരാളടുത്തെന്നും കാഷ്ടിച്ച ചട്ടിയെടുത്തവർ നീക്കുന്നതാ, ശുദ്ധീകരിച്ചത് പിന്നെയും വെക്കുന്നതാ. സന്തോഷമുള്ള കലാമുകൾ പറയുന്നതാ, സന്താപമെല്ലാം നീങ്ങുവാനുതകുന്നതാ. പൊതിയൊന്നെടുത്തവർ ഭക്ഷണം നൽകുന്നതാ, സുബ്ഹാന റബ്ബി തൽക്ഷണം മടങ്ങുന്നതാ. കുറെ നാളായി ഞാൻ രോഗാവസ്ഥയിലാണ്. രാത്രി ഒരാൾ വരും, മലവും മൂത്രമൊക്കെ മാറ്റി വൃത്തിയാക്കി കിടത്തും, പൊതി കൊണ്ടുവരും, ഭക്ഷണം തരും, നല്ല വർത്തമാനമൊക്കെ പറയും. അദ്ദേഹം പോകും. ആരാന്നറിയില്ല. ആരാത്? അദ്ദേഹത്തെ ആ ത്വൽഹത്ത് രാത്രി കണ്ടത്. ഇത് കേട്ടുടൻ ത്വൽഹത്ത് കരയുന്നു. അറിവുണ്ടോ ഏ ഉമ്മ അതാരാണെന്ന്? കിസ്റാ പനിക്കും കൈസറും വിറയ്ക്കുന്നതാ, മിസ്റിൽ മുഖൗഖിസ് കേട്ടുടൻ ഞെട്ടുന്നതാ. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ, ജനസേവകന്മാർക്കുള്ളിമാമാണല്ലോ. ആ ഉമ്മയോട് പറഞ്ഞു, അവരാരാണെന്നറിയോ? അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ്. എന്താ സുഹൃത്തുക്കളെ,
നമുക്കും ഇതുപോലെ പ്രവർത്തിച്ചുകൂടെ? ഇതൊക്കെയാണ് ഇപ്പോ രാഹുൽ ഗാന്ധിയും മറ്റുള്ളവരൊക്കെ ഹരിജന്റെ വീട്ടിൽ ചെന്നിട്ട് ദാലും ചപ്പാത്തിയും കഴിക്കുന്നത്, രാത്രി ചെറ്റക്കുടിൽ കിടക്കുന്നത്. അവര് വോട്ട് കിട്ടാൻ വേണ്ടിയായിരിക്കും അല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്തതല്ല. പിന്നെ അല്ലാഹു വിശക്കുന്നവരുടെ അടുക്കല ഒരു ജോഡി വസ്ത്രം വാങ്ങിച്ചു കൊടുത്തിട്ട് പറ മോനെ നിസ്കരിക്കാൻ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ഭക്ഷണം കൊടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അനാഥകളെയും അഗതികളെയും സംരക്ഷിക്കാൻ അത് കടമകളിൽ പെട്ടതാ. മഗ്രിബിന് ഇമാം ഓതുന്ന സൂറത്ത് ഏതാ? സൂറത്തുൽ മാഊൻ. അറഅയ്തല്ലദീ. എന്താ സൂറത്തിന്റെ പ്രമേയം? ഇതൊക്കെ പണ്ഡിതന്മാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അറഅയ്തല്ലദീ യുകല്ലിബു ബിദ്ദീൻ فذلك الذي يدعو اليتيم ولا يحض على طعام المسكين. നബിയേ അവിടെന്ന് കണ്ടുവോ? മതത്തെ കളവാക്കിയവനെ, അല്ലാഹുവിന്റെ ദീനിനെ കളവാക്കിയവനെ ആരാണവൻ അറിയുമോ? അവനാണ് യതീമിനെ ആട്ടി ഓടിക്കുന്നവൻ. അവൻ പ്രേരിപ്പിക്കുകയില്ല അലാ തആമിൽ മിസ്കീൻ. പാവത്തിന് ആഹാരം കൊടുക്കാൻ അവർ മുന്നോട്ട് വരില്ല, പ്രേരിപ്പിക്കുക പോലുമില്ല. ഇതൊക്കെയാ മഗ്രിബിന് ഇമാം ഓതുന്ന സൂറത്തിന്റെ പ്രമേയം. അൽഹംദുലില്ലാ, നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ 7-7:30 മണിക്ക് തുടങ്ങുന്ന നിങ്ങളെ കമ്മിറ്റിയെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ തുടങ്ങിയത് 9:30 മണി 10 മണിക്കാണ്. അൽഹംദുലില്ലാ, നല്ല സമയം, ആളുകൾക്ക് ഒരു ക്ഷീണവും ഇല്ല, നല്ല പ്രസരിപ്പുള്ള സമയം, കാലാവസ്ഥ അനുകൂലം. അല്ലാഹു പടച്ചവനെ സദസ്സിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. അനാഥകളും അഗതികളും സംരക്ഷിക്കപ്പെടണം. അപ്പോഴേ കടമകൾ പൂർത്തിയാകും. അല്ലാഹു പറഞ്ഞു, വൽ യതാമാ വൽ മസാകീൻ വൽ ജാരിൽ ഖുർബാ വൽ ജാരിൽ ജുനുബ്. ഇനി കടമയുള്ളത് അയൽവാസിയോടാണ്. അല്ലാഹു പറഞ്ഞു, അടുത്ത അയൽവാസികൾ, അകന്ന അയൽവാസികൾ, നിന്റെ പാർശ്വവർത്തിയായ കൂട്ടുകാരൻ. ആരാണ് പാർശ്വവർത്തിയായ കൂട്ടുകാരൻ? നിന്റെ സഫറിലെ പങ്കാളി, നിന്റെ ജീവിതത്തിലെ പങ്കാളി എന്നും ഇബ്നു അബ്ബാസ് തങ്ങൾ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. നിന്റെ ലൈഫ് പാർട്ട്ണർ, നിന്റെ ബിസിനസ് പാർട്ട്ണർ. നോക്കൂ, നമ്മുടെ ഡ്രൈവർ എപ്പോഴും നമ്മുടെ കൂടെ നടക്കുന്ന വ്യക്തി, ഇതൊക്കെ വസാഹിബ് ബിൽ ജംബ്, അവരോട് കടമയുണ്ട്. നമ്മുടെ ഡ്രൈവർക്ക് വസ്ത്രം കൊടുക്കണം, നല്ല രൂപത്തിൽ അവരോട് പെരുമാറണം. ഇതൊക്കെ നമ്മുടെ ബാധ്യതയാണ്. അതുപോലെ നമ്മുടെ നല്ല ബാധ്യത, നല്ല ബാധ്യത. കേട്ടപ്പോൾ കാണാൻ തോന്നി, കണ്ടപ്പോൾ കെട്ടാൻ തോന്നി, കെട്ടി നോക്കുമ്പോൾ പിന്നെ പെട്ടുപോയെന്ന് തോന്നി. അല്ലാഹു നിന്റെ ഭാര്യ നന്നാക്കി തരട്ടെ. ആമീൻ പറ. അല്ലാഹു നല്ല ഭാര്യ നൽകട്ടെ, സാലിഹത്തായ ഭാര്യ. സുഹൃത്തുക്കളെ, കുടുംബ ബന്ധം പറഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നതുകൊണ്ട് അവളോടുള്ള കടമയും അവൾക്ക് നമ്മളോടുള്ള കടമയും ഞാനിപ്പോ പറഞ്ഞാൽ നീണ്ടു. കുടുംബബന്ധം പറഞ്ഞു കാണുമല്ലോ ഇവിടെ. ഒരു ദിവസം കുടുംബബന്ധം പറയാതിരിക്കുവോ? 7 ദിവസത്തെ വാള് വെക്കുമ്പോ കുടുംബബന്ധം എന്ന് പറഞ്ഞാൽ എന്താ? അതിനകത്ത് ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമയും ഭർത്താവിന് ഭാര്യയോടുള്ള കടമയും. ശരി, ബർക്കത്തിന് ഞാനൊരു ഹദീസ് പറയാം. കടമകളും കടപ്പാടുകളും പറയുമ്പോ ഭാര്യയെ മറക്കാൻ പറ്റൂലല്ലോ, ഭാര്യയ്ക്ക് ഭർത്താവിനെ മറക്കാൻ പറ്റൂലല്ലോ. നോക്കൂ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഹസ്രത്ത് ആയിഷ ബീവി വന്നിട്ട് ചോദിച്ചു, അയ്യുന്നാസി അഅലമു ഹഖൻ അലൽ മർഅ. പുണ്യ റസൂലേ, ഒരു പെണ്ണിന് ഏറ്റവും കടമ ആരോടാണ്? ഒരു സ്ത്രീക്ക് ഏറ്റവും കടമ ആരോടാണ്? അവിടെന്ന് പറഞ്ഞു, സൗജുഹാ, അവളുടെ ഹസ്ബൻഡിനോടാണ്, ഭർത്താവിനോടാണ്. ഖുൽതു, ഞാൻ ചോദിച്ചോ, വലർ റജുൽ, ആണിന് ഏറ്റവും കടമ ആരോടാണ്? അവിടെന്ന് പറഞ്ഞു, ഓഹോ, അവന്റെ ഉമ്മയാണ്. ആണുങ്ങൾക്ക് ഏറ്റവും കടമ കൊണ്ടാട്ടിയിട്ടേ അല്ല, പിന്നെ ഉമ്മയോടാണ്. പെൺപിള്ളേർക്ക് ഏറ്റവും കടമ ഹസ്ബൻഡിനോടാണ്. അപ്പൊ ഭാര്യയോട് കടമയില്ലേ? സുഹൃത്തുക്കളെ, അത് പറയാനുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ.
ഭാര്യ ഭർത്താവിന്റെ വീട്ടിലെ രാജ്ഞിയാണ്. കണ്ടോ, നമ്മളുണ്ടാക്കിയ വീട്ടില് നമ്മുടെ രാജ്ഞിയാണ് ഇവള്, നമ്മുടെ ഭാര്യ. പോരെ, ഓ പെണ്ണുങ്ങളൊക്കെ പൊങ്ങാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, അങ്ങനെ പറഞ്ഞു അല്ലേ? അല്ലാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കട്ടെ. 3 സിഫത്തുണ്ടോ ആ പെണ്ണ് സാലിഹത്ത? 3 സിഫത്തുണ്ടോ ആ പെണ്ണ്? അബൂ ഷമ്മാസിന്റെ ഭാര്യയാണെങ്കിലും ആ പെണ്ണ് സാലിഹത്ത. ഏതാ 3 സിഫത്ത്? പുണ്യ റസൂല് പറഞ്ഞു, ഖൈറുൻ നിസാഇ ഇംറഅത്തുൻ, പെണ്ണുങ്ങളിൽ ഏറ്റവും നല്ല പെണ്ണൊരു പെണ്ണാണ്. ഇന്നലർത ഇലൈഹാ സറതക, നിന്നെ കാണുമ്പോൾ അവൾ നിന്നെ സന്തോഷിപ്പിക്കണം. ഉടുത്തൊരുങ്ങി സുഗന്ധം പൂശി, പല്ല് തേക്കാതെ ദുർഗന്ധം വന്ന് അല്ലല്ല കുളിക്കാതെ വിയർപ്പിന്റെ മണം കുറ്റിച്ചൂരി പിടിച്ചു നിൽക്കുന്ന പെണ്ണാണോ നല്ലത്? അല്ല. പിന്നെ ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണ്, ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണ്. 2 മൂന്നാമത്തത് നിന്റെ അസാന്നിധ്യത്തിൽ അവളുടെ ശരീരവും നിന്റെ സമ്പത്തും സൂക്ഷിക്കുന്ന പെണ്ണ്. കണ്ടോ, ഭർത്താവ് സ്ഥലത്തുണ്ടെങ്കിൽ പെണ്ണ് നോമ്പ് പിടിക്കരുതെന്നാ ഹദീസ്. അല്ല, പെണ്ണുങ്ങൾക്ക് സന്തോഷമായി. റമളാൻ വരുന്നു, എന്റെ കെട്ടിയവൻ അടുത്തുണ്ടായാൽ മതിയായിരുന്നു. ഒറ്റ റമളാൻ നോമ്പ് പിടിക്കണ്ട. റമളാൻ നോമ്പല്ല, സുന്നത്ത് നോമ്പ്. കെട്ടിയവൻ അടുത്തുണ്ടെങ്കിൽ സുന്നത്ത് നോമ്പ് നീ പിടിക്കരുത് പെണ്ണെ. കെട്ടിയവനോട് ചോദിക്കണം, ഞാൻ നോമ്പ് പിടിച്ചോട്ടെ, എങ്ങനെയാ പകല് മുഴുവനും പിടിച്ചിരിക്കുവോ? ഇക്കാടെ അനുവാദമുണ്ടെങ്കിൽ പിടിക്കാം. നിന്റെ വീട്ടിൽ അയാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളെ നീ കയറ്റരുത്. പുണ്യ റസൂൽ പറയുന്നുണ്ട്, ലാ തലിജു അലൽ മുഗീബ, ഭർത്താക്കന്മാര് വിദേശത്താണ്, ഒറ്റയ്ക്ക് താമസിക്കുന്ന പെണ്ണുങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ പോകരുത്. കാരണം ഫൈന ശൈത്താൻ യജ്രി മിൻ ഇബ്നി ആദമ മജ്റത, പിശാച് നിങ്ങളുടെ നാഡീഞരമ്പിലൂടെ ഒഴുകുന്നു. പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. മനസ്സിലായില്ലേ? അതാണ് പെണ്ണ്, അതാണ് പെണ്ണ്. നോക്കൂ പെണ്ണേ, നിന്റെ ശരീരം അമാനത്താണ്, നിന്റെ ഭർത്താവിന്റെ സ്വത്തും നീ ഒരുപാട് ദൂർത്തടിക്കരുത്, സൂക്ഷിച്ച് ചെലവഴിക്കണം. ഈ 3 സിഫത്തുള്ള പെണ്ണ് സ്വാലിഹത്താണ്. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരട്ടെ. ആ പെണ്ണിനെ പറ്റി ആ കവി പാടിയത്, കവി എന്താ പാടിയത്? ഭൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തൊപ്പിനാൽ പുഷ്പങ്ങളാകുന്നു ഭാര്യ, മന്ദസ്മിതങ്ങളാൽ നീറും മനസ്സിന് ചന്ദനം ചാർത്തുന്നു ഭാര്യ. അതിനകത്ത് കൊള്ളാവുന്ന 3 വരിയായി, ബാക്കിയൊന്നും കൊള്ളത്തില്ല. ഒക്കെ ശിർക്ക. കർമ്മത്തിൽ ദാസി, കാര്യത്തിൽ മന്ത്രി എന്നൊക്കെ പറയുന്നത് അതൊന്നും കൊള്ളത്തില്ല. ഈ ഹദീസിനോട് യോജിച്ച് വരുന്ന 3 വരി അല്ലേ? ഞങ്ങൾ പ്രാസംഗികർ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒപ്പിക്കുന്നതുകൊണ്ടല്ലേ ഈ കുട്ടികളൊക്കെ ഇരിക്കുന്നത് അല്ലേ? അല്ലാഹു തആല പടച്ചവൻ അൽഹംദുലില്ലാഹ് കൊള്ളാവുന്ന 3 വരി നിങ്ങൾ എടുത്തോളി. ഉമ്മപെങ്ങന്മാർ, അല്ലാഹു പടച്ചവൻ നമ്മുടെ സഹോദരിമാരെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നവരാണവർ. വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുന്നവളാണവൾ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്റെ മക്കളെ നൊന്തു പെറ്റ്, നിന്റെ തുണി വാഷ് ചെയ്ത് അയൺ ചെയ്ത് നിന്റെ ഫുഡ് മേക്കർ അല്ലേ അവൾ. അതുകൊണ്ട് അവളെ നീ ശപിക്കരുത്, മക്കളുടെ മുഖത്ത് വെച്ച് ആക്ഷേപിക്കരുത്, കുറ്റപ്പെടുത്തരുത്. പുണ്യ റസൂൽ പറഞ്ഞു, നിനക്ക് അവളോട് കടമയുണ്ട്. പെണ്ണുങ്ങളെ ബഹുമാനിക്കുകയില്ല മാന്യന്മാരല്ലാതെ, പെണ്ണുങ്ങളെ ദുഷിപ്പിക്കുകയില്ല, ശപിക്കുകയില്ല ദുഷ്ടനല്ലാതെ. പെണ്ണിന്റെ മുഖത്ത് നോക്കി ചീത്ത വിളിക്കുന്നവൻ ദുഷ്ടനാണ്, പെണ്ണിന്റെ കരണത്തടിക്കുന്നവൻ ദുഷ്ടനാണ്, പെണ്ണിന്റെ മുടിക്കുത്ത് പിടിച്ച് മതിലെ കൊണ്ടുപോയി ചേർക്കുന്നവൻ ദുഷ്ടനാണ്. പെണ്ണിന് ആര് ബഹുമാനം കൊടുത്തോ, ഭാര്യ ആര് സ്നേഹിക്കുന്നോ അവൻ മാന്യനാണെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ ഒരൊറ്റ ഭാര്യ അടിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് ഭാര്യമാരോട് നല്ല സൽസ്വഭാവത്തിൽ ഇടപെട്ട ആളാണ്. അതൊക്കെ കുടുംബബന്ധം പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് പറയും. സുഹൃത്തുക്കളെ, ഇപ്പൊ പഴയതുപോലുള്ള സ്നേഹം ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഇല്ല, ഭർത്താവിന് ഭാര്യയോടും ഇല്ല. ഒരു ഉദാഹരണം പറയാം. ഒരു ഭാര്യയും ഭർത്താവും ട്രെയിനിൽ യാത്ര ചെയ്യുക.
കുറെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോ ഭർത്താവിന്റെ ആഗ്രഹം കാറ്റുകൊള്ളാം. ഇയാൾ എഴുന്നേറ്റ് ട്രെയിനിന്റെ ആ വലിയ വാതിലില്ലേ അവിടെ വന്നിങ്ങനെ പിടിച്ചോണ്ട് നിന്നു. വയലേലകളും തെങ്ങൻ തോട്ടങ്ങളും കാസർഗോഡും ഒക്കെ ഇങ്ങനെ കഴിഞ്ഞു പോവുക. പെട്ടെന്ന് ഡോറ് വന്ന് അടഞ്ഞു. ഇയാള് പൊത്തോ ട്രാക്കിൽ വീണു. അപ്പൊ ആരോ ചെന്നിട്ട് പറഞ്ഞു ഭാര്യയോട്, പെണ്ണെ ഇത് ഹസ്ബൻഡ് ട്രാക്കിൽ വീണ് കിടക്കുന്ന ആ ചുവന്ന ചങ്ങല പിടിച്ച് വലിക്ക്. പെണ്ണുങ്ങള് കൂട്ടാക്കുന്നില്ല. ഈ പെണ്ണുങ്ങള് പറഞ്ഞു, ചങ്ങല പിടിച്ച് വലിക്കാനോ 500 രൂപയോ അതിൽ കൂടുതലോ മൂല്യമുള്ള സാധനം വീണാലാണ് വലിക്കാൻ എഴുതി വച്ചിരിക്കുന്നത്. അപ്പൊ ഈ താഴെ വീണ് കിടക്കുന്ന സാധനത്തിന് എത്ര രൂപയുടെ വിലയുണ്ട്? 500 താഴെയുണ്ടോ, അതുകൊണ്ട് ഞാൻ വലിക്കുന്നില്ല എന്ന് പറഞ്ഞു. ട്രെയിൻ മുന്നോട്ട് പോയി. അല്ല ഇതൊക്കെയാണ് ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ഇങ്ങോട്ടുള്ള സ്നേഹം. ഇനി അങ്ങോട്ടുള്ള സ്നേഹവും അവിടെയും ഒരുപാട് മായങ്ങൾ ചേർക്കുന്നുണ്ട്. എന്റെ ഒരു സുഹൃത്ത് കല്യാണം കഴിച്ചു, നല്ല സുന്ദരിയാ, ഗൾഫിലായിരുന്നു. പിന്നെ പോയപ്പോ അറബി പറഞ്ഞു എനിക്ക് വിസ തരാമെന്ന് പറഞ്ഞു. പെണ്ണിനെയും കൊണ്ടുപോയി. പെണ്ണിനെ കണ്ടപ്പോ അറബിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അറബി പറഞ്ഞുടാ, നിന്റെ സുന്ദരിയായ ഭാര്യ എനിക്ക് താടാ, ഞാൻ 100 ഒട്ടകം തരാമെന്ന് പറഞ്ഞു. ഭാര്യയായിട്ട് നിൽക്കുമ്പോഴാ അറബി മാറ്റി നിർത്തി പറഞ്ഞത്. അപ്പൊ ഇയാൾ ഇങ്ങനെ ആലോചിച്ചു, 100 ഒട്ടകം എന്റെ ഭാര്യ, ഏത് വേണം? കുറച്ച് കഴിഞ്ഞപ്പോ ഇയാൾ പറഞ്ഞു, ഇല്ല പറ്റൂല എന്ന് പറഞ്ഞു, ഭാര്യ തരൂല എന്ന് പറഞ്ഞു. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് ഭയങ്കര, എടീ നിന്നെ ഞാൻ ജീവന തുല്യം സ്നേഹിക്കുന്നത് ഈ തങ്കവാ കർള എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പോട്ടെ, അറബി എന്താ പറഞ്ഞത്? അതെ, അറബി നിന്നെ ചോദിച്ചു 100 ഒട്ടകം തരാമെന്ന് പറഞ്ഞു. ഞാൻ തരികലെന്നാ പറഞ്ഞത്. നിങ്ങൾ കുറെ ആലോചിച്ചിട്ടാണല്ലോ പറഞ്ഞത്. ഞാൻ ആലോചിച്ച വേറൊന്നുമല്ല, 100 ഒട്ടകം കരിപ്പൂർ എയർപോർട്ടിൽ ഇറക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നിന്നെ ഞാൻ കൊടുക്കുന്നില്ല. സുഹൃത്തുക്കളെ, എനിക്കറിയില്ല ഈ ഇന്റർനെറ്റ് ആണോ ഫേസ്ബുക്ക് ആണോ, 10 കൊല്ലം കഴിയട്ടെ ഒരുപാട് പെണ്ണുങ്ങൾ റോഡിൽ ചാടും. നോക്കിയോ, നിങ്ങൾ കാത്തിരുന്നോ? എന്തിനാ പെണ്ണുങ്ങൾക്ക് ഫേസ്ബുക്ക്, എന്തിനാ വാട്സപ്പ്? മൊബൈലിന്റെ തന്നെ ആവശ്യമില്ല. പിന്നെ ഇക്ക വിളിക്കുമ്പോ എടുക്കണ്ടേ? ഇക്ക വിളിക്കുന്ന തന്നെ ഇഷ്ടമില്ല. കാരണം എന്താ? ഇഷ്ടപ്പെട്ടവർക്ക് മനസ്സ് കൊടുത്തു കഴിഞ്ഞു. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇതൊക്കെയാ ഇപ്പൊ ലോകത്ത് നടക്കുന്നത്. എന്റെ ഉമ്മ പെങ്ങന്മാരെ, നിങ്ങൾ മൊബൈൽ ദുരുപയോഗപ്പെടുത്തരുത്. യുവാക്കളെ, നിങ്ങൾ ഒരിക്കലും മൊബൈൽ ദുരുപയോഗപ്പെടുത്തരുത്. എത്രയെത്ര സംഭവങ്ങളാണ് ഇന്ന് അരങ്ങേറുന്നത്. പത്രത്തിൽ കണ്ടില്ലേ? 4 വയസ്സുള്ള പെൺകുട്ടി മുതൽ കഴിഞ്ഞ ആഴ്ച വായിച്ചില്ല, 80 വയസ്സുള്ള സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് സ്ത്രീ മരിച്ചു, രക്തം വാർന്നിട്ട്. നോക്കൂ, വൃദ്ധയായ പെണ്ണിനെ പോലും വിടുന്നില്ല കാമാന്തന്മാർ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എങ്ങോട്ടാ ലോകം പോകുന്നത്? ആരാണ് ഇതിന്റെ പിന്നിൽ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഒരു രഹസ്യവും ഒരു സ്വകാര്യതയും ഇല്ല. ഇന്റർനെറ്റും യൂട്യൂബും അതുപോലെ ട്വിറ്ററും അതുപോലെ ഫേസ്ബുക്കും ഒക്കെ ദുരുപയോഗം ചെയ്താൽ അപകടമാണ്. അല്ലാഹു സൂക്ഷിച്ചുപയോഗിക്കാൻ ഈ മൊബൈലും. നോക്കൂ, വില കൂടിയ മൊബൈൽ. ഈയിടെ ഒരു ഹൈസ്കൂളിൽ അധ്യാപകർ റെയ്ഡ് നടത്തിയപ്പോ ആണിന്റെ പോട്ടെ പെൺകുട്ടികളുടെ ബാഗിൽ നിന്ന് ബ്ലൂ ഫിലിമിന്റെ CD. അതൊരു കാലമാണെങ്കിൽ ഇപ്പൊ പെൺകുട്ടികൾക്ക് അവരിഷ്ടപ്പെടുന്ന ടീനേജ് പ്രായത്തിൽപ്പെട്ട കാമുകന്മാര്, സുഹൃത്തുക്കളെ, അശ്ലീല ചിത്രങ്ങൾ നിറച്ചുകൊണ്ടുള്ള മെമ്മറി കാർഡാണ് കൊടുക്കുന്നത്. അത് ഒളിപ്പിച്ചു വെക്കാം. കാരണം നമ്മുടെ ചെറിയ കേരളത്തിന്റെ നഗരത്തിന്റെ എത്രയേ ഉള്ളൂ ചെറിയ മെമ്മറി കാർഡ്. ഇത് സൂക്ഷിച്ചു വെച്ചിട്ട് റൂമിന്റെ അകത്തളങ്ങളിൽ ഇരുന്ന് നമ്മുടെ പൊന്നോമന മക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ അശ്ലീലത ഇങ്ങനെ കാണുകയാണ്. ഇതൊക്കെ ഇപ്പൊ ലോകത്ത് നടക്കുന്നത്. സുഹൃത്തുക്കളെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അപകടങ്ങൾ പതിയിരിക്കുന്നു. നമ്മുടെ പൊന്നുമക്കൾ ഏത് നിമിഷവും നമുക്ക് നഷ്ടപ്പെടരുത്. നമ്മുടെ കുട്ടികളെ നിതാന്ത ജാഗ്രത നമ്മൾ പാലിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മോനോടും നമസ്കരിക്കാൻ പറയണം. അവരുടെ കൂട്ടുകെട്ട് ഫ്രണ്ട്ഷിപ്പ് ആരുമായിട്ടാണെന്ന് നമ്മൾ നിരീക്ഷിക്കണം. നമ്മുടെ പൊന്നുമക്കൾ ഒരു കാരണവശാലും കഞ്ചാവിന് അടിമകളാകരുത്. നിങ്ങൾ തലശ്ശേരി ഹൈസ്കൂളിൽ പെൺകുട്ടികളാണ് കഞ്ചാവ് കൊണ്ടുപോയി കൊടുക്കുന്ന കരിയർ. പത്രക്കാർ പോലീസ് ചോദിച്ചപ്പോ ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കണം, ഞങ്ങൾക്ക് ഐസ്ക്രീം പാർലറിൽ പോയി ഐസ്ക്രീമും ഫ്രഷ് ജ്യൂസും കഴിക്കണം, അതിന് പണമില്ല, പണം കണ്ടെത്താനാണ് ഞങ്ങൾ കഞ്ചാവിന്റെ കരിയർ ആകുന്നത് എന്ന് ആ മക്കൾ പറഞ്ഞുവെന്ന് പത്രം റിപ്പോർട്ട് ചെയ്തില്ലേ?
സുഹൃത്തുക്കളെ, അടുത്ത കാലത്ത് ഏഷ്യാനെറ്റും റിപ്പോർട്ട് ചാനലും പറഞ്ഞത് 3 സിനിമയാണ് ഈ രൂപത്തിൽ കുട്ടികളെ വഴിതെറ്റിക്കുന്നത്. 3 സിനിമ. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമ നമ്മുടെ കുട്ടികളെ മുഴുവൻ കഞ്ചാവ് വലിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പെങ്ങളെ, നീ സീരിയൽ കാണല്ലേ. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, സിനിമ കാണല്ലേ. ഒരു സിനിമയും ഒരു സീരിയലും നമ്മളെ നന്നാക്കാനല്ല, നമ്മളെ സംസ്കരിക്കാനല്ല, നമ്മളെ നശിപ്പിക്കാനാണ്, നമ്മുടെ കുടുംബജീവിതം തകർക്കാനാണ്. അതുകൊണ്ട് കുടുംബപെങ്ങന്മാരെ, ടി.വി നിയന്ത്രിക്ക്. നോക്കൂ, റജബ് വന്നോ. പ്രവാചകൻ റജബ് മാസം വരുമ്പോൾ പ്രാർത്ഥിക്കും, ഇദാ ദഖല റജബു. റജബ് വരുമ്പോൾ മുത്തുനബി പറയും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. ഞങ്ങൾക്ക് റജബിലും ശഅബാനിലും ബർക്കത്ത് തരണേ. വബല്ലിഗ്നാ റമളാൻ. റമളാൻ വരെ ജീവിച്ചിരിക്കാൻ തൗഫീഖ് നൽകണേ, പുണ്യവും ഇബാദത്തും ചെയ്യാൻ. സഹോദരിമാരെ, യുവാക്കളെ, ഇനിയുള്ള ദിനങ്ങൾ, ഇനിയുള്ള മാസങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ളതാണ്. 5 നേരം നമസ്കരിക്കണം, ഖുർആൻ ഓതണം, ദിക്റും സ്വലാത്തും വർദ്ധിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫദ്കുറൂനി അദ്കുറുക്കും. നിങ്ങൾ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെയും ഓർക്കാം. ദിക്ർ തുടങ്ങിക്കോ. മൻ ഫതഹ ബാബൽ ദിക്ർ. ആരെങ്കിലും ദിക്റിന്റെ കവാടം തുറന്നാൽ ഫതഹല്ലാഹു അലൈഹി ബാബൽ മഅരിഫ. അല്ലാഹുവിന്റെ രഹസ്യം അല്ലാഹു നിനക്ക് വ്യക്തമാക്കി തരും. മഅരിഫത്തിന്റെ കവാടം തുറന്നു തരും, ആധ്യാത്മികതയുടെ കവാടം തുറന്നു തരും. ദിക്ർ ചെയ്യുമ്പോൾ ഹൃദയം പ്രകാശിക്കും, മുഖവും പ്രകാശിക്കും. അൽഹംദുലില്ലാഹ്. നടത്തത്തിൽ നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ, നിന്റെ മാരുതി ഡ്രൈവ് ചെയ്യുമ്പോൾ നീ ഖുർആന്റെ സീഡികൾ കേൾക്ക്, നല്ല പ്രഭാഷണങ്ങൾ കേൾക്ക്. നിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും, മാറ്റമുണ്ടാകും. അല്ലാഹു നമ്മളെ മാറ്റിത്തരട്ടെ, അല്ലാഹു സംസ്കരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി എപ്പോഴെങ്കിലും അല്ലാഹു വരാൻ തൗഫീഖ് നൽകിയാൽ നിങ്ങൾക്ക് നല്ല നല്ല വിഷയങ്ങളൊക്കെ അല്ലാഹു പടച്ചോൻ തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത്രയും നേരം ഒരു കുഞ്ഞു പോലും എണ്ണിക്കാതെ ഇവിടെ ഇരുന്നതിന് നന്ദിയുണ്ട്. വിനീതന് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എനിക്ക് 2 മക്കളേ ഉള്ളൂ, അവർ സാലിഹാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുആ ചെയ്യാം. ഈ സ്ഥാപനം, ഈ ഹയാത്തുൽ ഹുദാ സെക്കൻഡറി മദ്രസ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ധാർമ്മിക ജീവിതത്തിന്റെ ചാലകശക്തിയാണ്. ഈ സ്ഥാപനത്തെ നിങ്ങൾ സ്നേഹിക്കണം, നിങ്ങൾ സഹായിക്കണം. ഈ സ്ഥാപനമാണ് നമ്മുടെ പൊന്നുമക്കളുടെ ഭാവി നിശ്ചയിക്കുന്നത്. നമ്മുടെ മക്കളെ സാലിഹായി, അൽഹംദുലില്ലാഹ്, അല്ലാഹു പ്രവാചകനും ഇഷ്ടപ്പെടുന്ന മക്കളായി ജീവിക്കാനുള്ള കരുത്ത് ഈ സ്ഥാപനത്തിന്റെ മക്കൾക്കാണ്. അതുകൊണ്ട് ഈ സ്ഥാപനത്തെ, ഈ മഹല്ലിനെ നിങ്ങൾ സഹായിക്കണം. ദീനിന്റെ സദസ്സുകളിലേക്ക് വരണം. നോക്കൂ, ഇന്ന് നിറഞ്ഞ സദസ്സാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇൽമിനെ സ്നേഹിക്കണം. ഇൽമ് ഒരു ദാഹമായി. ഞാൻ ഇപ്പോഴും അങ്ങനെയാണ്. എനിക്ക് നല്ല പ്രഭാഷണം, നല്ല പാട്ട്, നല്ല ബാങ്ക് വിളി. ഞാൻ ബാങ്ക് വിളിക്കും. ഞാൻ ഇന്നലെ വാഴൂർ സ്ഥലത്ത് ഒരു ബാങ്ക് വിളിച്ചു, ആൾക്കാരൊക്കെ ഓടി ഓടി. എനിക്ക് ഏറ്റവും ഇഷ്ടം മോദി പണിയാണ്. പക്ഷെ പ്രാസംഗികനായി പോയി. മോദി എനിക്ക് അല്ലാഹു വെച്ചിരിക്കുന്ന ദർജ എന്താണെന്നറിയോ? പക്ഷെ മോദിന് ഒരു കാര്യം മനസ്സിലാക്കണം, ഫിത്ന ഉണ്ടാക്കരുത്. മനസ്സിലായില്ലേ? വലിയ ദർജയാ മോദിമാർക്ക്. നല്ല ബാങ്ക് കൊടുക്കണം, അൽഹംദുലില്ലാഹ്, നല്ല ഓതല്, നല്ല പ്രസംഗം ഇഷ്ടപ്പെടുന്ന ആരാ ഇല്ലാത്തത്? അല്ലാഹു പടച്ചോൻ ബർക്കത്ത് നൽകട്ടെ. അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ, സ്നേഹിക്കാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. ഞാൻ ഒറ്റ ഹദീസ് പറഞ്ഞു ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. പുണ്യ റസൂൽ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബാദിറൂ ബിസ്സദഖത്തി, നിങ്ങൾ ദാനധർമ്മം കൊടുക്കാൻ മുന്നോട്ട് വരണം. ഫഇന്നൽ ബലാഅ ലാ യതഖത്താഹാ, ദാനധർമ്മത്തെ ആക്സിഡന്റ് ഓവർടേക്ക് ചെയ്യില്ല. മനുഷ്യൻ ചെയ്യുന്ന സകാത്തും സദഖയും അതാ ആക്സിഡന്റിനെ പ്രതിരോധിക്കും, രോഗത്തെ പ്രതിരോധിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ. ഇന്ന സദഖത തംനഉ 70 അൻവാഅൻ മിനൽ ബലായ, 70 പരീക്ഷണങ്ങളെ ദാനധർമ്മം പ്രതിരോധിക്കും. ഐസറുഹാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, 70 പരീക്ഷണങ്ങളിൽ ഏറ്റവും ചെറുത് അൽ ബറസു, വെള്ളപ്പാണ്ടാണ്. വെള്ളപ്പാണ്ട് പോലും സദഖ കൊണ്ട് മാറുമെന്ന് മുഹമ്മദ് മുസ്തഫ. ദുആയും സദഖയും കൊണ്ട് വെള്ളപ്പാണ്ട് അല്ലാഹു മാറ്റുമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ.
അള്ളാഹു തന്ന ധനം ദീനിന് വേണ്ടി നാളെ ഖബറിൽ ഒന്നും കൊണ്ടുപോകില്ല. സുഹൃത്തുക്കളെ, എല്ലാ ധനവും മക്കൾ പങ്കിട്ടെടുക്കും. ഉമ്മയാണെങ്കിൽ പെൺമക്കൾ വന്നിട്ട് അതാ കുളിപ്പിക്കുന്നതിന് മുമ്പ് ഊരിയെടുക്കും. ഊരാൻ പറ്റുന്നില്ലെങ്കിൽ മുറിച്ചെടുക്കും, വെട്ടിയെടുക്കും. എല്ലാവരുടെയും കണ്ണ് പണത്തില. ഈ പണം നമുക്ക് എന്ത് നൽകി? നാം ചുരുങ്ങിയ സമയമാണ് ഈ ദുനിയാവിൽ ജീവിക്കുന്നത്. അള്ളാഹ് ജീവിക്കുന്ന കാലത്ത് അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ യസ്സിർ അസീറനാ വസഹിൽ ഉമൂറനാ വഖ്ലി ഹവായിജനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കടങ്ങൾ വീട്ടി തരണേ അല്ലാഹ്. ഞങ്ങളുടെ വീട് പണി എളുപ്പമാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരു ഉമ്മ ഈ സദസ്സിലേക്ക് ഒരു അലിക്കത്ത് കൊടുത്ത് വിട്ടിട്ടുണ്ട് റബ്ബേ. നീ കബൂലാക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ആ ഉമ്മയ്ക്ക് ദീർഘായുസ്സ് ആഫിയത്ത് നൽകണേ അല്ലാഹ്. അവരുടെ മക്കളെ കൊണ്ട് സന്തോഷിക്കുന്ന ഉമ്മയാക്കണേ അല്ലാഹ്. ആ ഉമ്മയ്ക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ദീനിനെ സ്നേഹിക്കാൻ, നിന്നെ സ്നേഹിക്കാൻ, നിന്റെ പ്രവാചകനെ സ്നേഹിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. നീ ധനം തന്നിട്ടുണ്ടെങ്കിൽ അത് ചെലവഴിക്കാനുള്ള താല്പര്യവും ഞങ്ങളുടെ മനസ്സിൽ ജനിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മനസ്സിൽ നീ ജനിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. കടങ്ങൾ വീട്ടി തരണേ അല്ലാഹ്. കടങ്ങൾ വീട്ടി തരണേ അല്ലാഹ്. വീട് പണി പൂർത്തിയാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ലോക മുസ്ലിമീങ്ങൾക്ക് നീ ഐക്യം നൽകണേ അല്ലാഹ്. ഐക്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. ക്യാൻസറിൽ നിന്ന് കാക്കണേ അല്ലാഹ്. വലിയ വലിയ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. കീറി മുറിക്കപ്പെടുന്ന രോഗം തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ മരണം നീ റോട്ടിൽ വെച്ചാക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരം തല്ലിപ്പൊളിക്കുന്ന പോസ്റ്റ്മോർട്ടം തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ മഹല്ലിനെ നന്നാക്കണേ അല്ലാഹ്. ഈ മഹല്ലിനെ സംസ്കരിക്കണേ അല്ലാഹ്. ഈ മഹല്ലിനെ നീ സംസ്കരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉപ്പ, ഉമ്മ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവർ എല്ലാവർക്കും ബർക്കത്ത് നൽകണേ അല്ലാഹ്. റബ്ബന അർഹം ആബാഅനാ വ ഉമ്മഹാതിനാ കമാ റബ്ബൗനാ സിഗാറ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.